മുഹ്യിദ്ദീൻ പ്രധാനപ്പെട്ട രണ്ട് വരി, 60-61 വരികൾ. ഒന്ന്, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടവർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാൻ്റെ ഭാഗത്തുനിന്ന് അതിങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ള കൽപ്പന വന്നിട്ടല്ലാതെ ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ 61-ാമത്തെ വരി, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ അമാനിൽ അതെന്നോവർ. ഞാനെന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഔദ്യോഗികമായിട്ടൊക്കെ പ്രത്യേകമായി ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ, അതൊക്കെ അള്ളാഹു എന്നോട് പറയാൻ കൽപ്പിച്ചതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ബഹിജ എന്ന കിതാബിലും ഫുതൂഹുൽ ഗൈബ് എന്ന ഗൗസുൽ ബൈത്തിലുമുള്ള വിഷയമാണ്. മാല അതിൽ നിന്നൊക്കെയാണ് ക്രോഡീകരണം. അവർ ചൊന്ന ബൈത്തിന്നും ബഹിജ കിതാബിന്നും അങ്ങിനെ തെക്കുമീല തന്നിന്നും കണ്ടോവർ. ഫുതൂഹുൽ ഗൈബിൽ കാണാം, വമാ കുൽത്തു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅൻത വലിയ്യും ഫീ മഖാമിൽ വിലായത്തി. എന്നോട് കൽപ്പിക്കപ്പെട്ടതനുസരിച്ചേ ഞാൻ എന്തും പറയണുള്ളൂ, എന്നോട് ചെയ്യാനുള്ള നിർദ്ദേശം വന്നിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഷെയ്ഖ് അബുൽ ഖാസിം എന്നവർ പറയുന്ന സംഭവം ബഹിജ എന്ന കിതാബിൽ പറയാം. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്, ഞാൻ എന്തെങ്കിലും കുടിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നിട്ടേ ഞാൻ എന്തും പ്രവർത്തിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതും, ചൊല്ലില്ല ഞാനൊന്നും. ഷെയ്ഖ് അബൂ മസൂദുൽ അത്വാർ അവർ പറയുന്നത് സംഭവം കാണാം. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, അള്ളാൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് വിവരം വന്നു. വ അനഖ്തർതുക നഫ്സി, മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞ അതേ വാചകം. വ അനഖ്തർതുക നഫ്സി ഖുർആനിൽ കാണാലോ. അതുപോലെ തന്നെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് വിവരം ഷെയ്ഖ് അവറുകൾ തന്നെ പറയാണ്, അള്ളാൻ്റെ ഭാഗത്ത് എനിക്ക് വിവരം വന്നു. യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ, നിന്നെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സംരക്ഷണത്തിലായി, എൻ്റെ അമാനിലായി നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ വാചകങ്ങളും ഒക്കെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ചാണ്. മശായിഖന്മാർ ഭാഗത്തേക്ക് തട്ടിച്ച് നമ്മളതിന് ഇൽഹാം എന്നാണ് പറയുക. ഇത്തരം ഇൽഹാം അത് മശായിഖന്മാരെ, സൂഫിയത്തിൻ്റെ ഉന്നതരായ മശായിഖന്മാരെ മേഖലയിൽ അതിന് വലിയ സ്ഥാനമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അതിനെ മാനിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതിനെ പാടെ നിഷേധിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള പുത്തൻവാദികൾ. പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ചില മുസ്ലിയാക്കന്മാർക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ കെ എം മൗലവിയെ പോലുള്ള ആളുകൾ ബാക്കവിമാരാണ്, എല്ലാവർക്കും അറിയാം. അവരൊക്കെ മുഹ്യിദ്ദീൻ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊയ്തീൻ പറയേണ്ടി അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല, അതൊക്കെ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് തെളിവ്, അതൊക്കെ പൈശാചികമായിക്കൂടെ, അങ്ങനെ അവർ ഇൽഹാമു ഹുജ്ജത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വസ്വാസ് ഉണ്ടാക്കി മുഹ്യിദ്ദീൻ തള്ളുകയാണ് അവർ ചെയ്തത്. അങ്ങനെ മുഹ്യിദ്ദീൻ തള്ളി, അതാണ് ഇവിടെ കേരളത്തിൽ വഹാബിസത്തിൻ്റെ തുടക്കം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മുഹ്യിദ്ദീൻ വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഇത്ര കട്ടിയിലുള്ളൊരു പുസ്തകം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. കാരണം അന്ന് കുറച്ച് മുസ്ലിയാക്കന്മാർ ഈ മാലയെ വിമർശിക്കുകയാണ്. അവരന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തുത ഇതായിരുന്നു. അതൊക്കെ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒന്നുകിൽ കള്ളം പറയാണ്, അതല്ല ഷെയ്ഖ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റൂല. കാരണം അള്ളാഹുവിനെ അങ്ങനെ പ്രത്യേകം ഒരാൾക്ക് വിവരം അറിയിക്കുക എന്നുള്ളതില്ല. അതുകൊണ്ട് തന്നെ ആ ഇൽഹാമാത്തൊന്നും സ്വീകരിക്കാൻ പറ്റൂല. അതൊക്കെ ദസീസത്തു ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ കുത്തുകളുമായി ബന്ധപ്പെട്ടതാകും, വിശ്വസിക്കാൻ പറ്റൂല. അതിനെ പ്രതിരോധിച്ച്, അതല്ല മശായിഖന്മാരെ മേഖലയിൽ ഇൽഹാം എന്ന് പറഞ്ഞാൽ അത് ഹുജ്ജത്ത് തന്നെയാണ്, നമ്മളത് അംഗീകരിക്കണം. ഷെയ്ഖന്മാരെ സ്വീകരിക്കുമ്പോഴേ ദീന് പൂർണ്ണമാകൂ. അവരെ നിഷേധിക്കൽ കുഫറാണ്, ബിദഅത്താണ്, അപകടകരമാണ്. ഇത് പഠിപ്പിക്കാനും അത് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ സമസ്ത ഉണ്ടായത് തന്നെ. സമസ്തയുടെ തന്നെ പ്രമേയത്തിൽ കാണാൻ പ്രത്യേകം, മുഹ്യിദ്ദീൻ ചൊല്ലിപ്പിക്കുക. ഇത്തരം നടപടികളുള്ള ആളുകളെ മഹല്ലത്തിൽ ഖത്തീബും ഇമാമുമായി നിശ്ചയിക്കാവൂ, അല്ലാത്തവർ പുത്തൻവാദികളാണ്, അവർ ഒഴിവാക്കണം എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അടുത്തതാ ഒരു മൗലവിയുടെ പ്രസംഗം, ചെങ്ങാനി അബ്ദുള്ള മൗലവി, ഒതുക്കൽ ഇഹ്യാഉസ്സുന്നയിലെ പ്രധാന മുദരിസാണ് അയാൾ. ഇന്ന് അയാളുടെ പ്രഭാഷണം അയാൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽഹാമാത്തുകളൊന്നും സ്വീകരിക്കാൻ പറ്റൂല. ഇൽഹാം സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ നബി ആകണം, അല്ലെങ്കിൽ മലക്കാകണം. അല്ലാതെ ഒരാൾ അള്ളാഹിൻ്റെ ഭാഗത്ത് എനിക്ക് വിവരം കിട്ടി, ആ വിവരടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല.
കാരണം അയാൾ ഇസ്മത്തിന് വാദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നബിയാന്നുള്ള വാദത്തിലേക്ക് അയാൾ പോകുന്നുണ്ടെന്ന് അർത്ഥം. എത്ര വലിയ അപകടമാണ് ഈ വാദം. തലപ്പാവ് ധരിച്ച് സുന്നിയാണ്, സ്ട്രോങ് സുന്നിയാണെന്നുള്ള വാദം വാദിച്ച് നടക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് പക്കാ വഹാബിസം വന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇബ്നു തൈമിയ തൗബ ചെയ്ത് മടങ്ങി എന്ന് പറഞ്ഞ് ദുററുൽ കാമിനയിൽ ഒരുപാട് ഇബാറത്ത് പോയിത്തി വെച്ച് കൊണ്ടോട്ടി ബുഹാരി ക്യാമ്പസിൽ വെച്ച് ചർച്ച നടത്തി. ഇബ്നു തൈമിയനെ ആരൊന്നും പറയണ്ട, അത് ഇബ്നു ഹജർ പക്ഷപാതിത്വത്തോടു കൂടി സംസാരിച്ചാന്ന് പറഞ്ഞ് ഇവിടെ വഹാബിസത്തിൻ്റെ പാളം റെഡിയാക്കണവർ ചെയ്യണത്. അതിനൊക്കെ പ്രത്യേകം പിന്തുണയുമായി പിൻഗാമികളായി വേറെയും ആളുകൾ കടന്നു വരുന്ന രംഗപ്പേക്കാണ്. അയാളെ പ്രസംഗങ്ങൾ കേൾക്കാം, നമ്മൾ വെറുതെ ആരോപിക്കണില്ല. അല്ല എന്തുകൊണ്ട് ഇത് ലാ സിഖത്ത ലിഗൈരി മഅസൂമിൻ ബിഖവാതിലിഹി, മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവൻ്റെ മനസ്സിൽ എന്ത് തന്നെ തോന്നിയാലും എത്ര നല്ലതിൻ്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല? ഇത് ലാ യഅ്മനു ദസീസത്ത ശൈത്താനി ഫീഹ, പിശാച്ച് നല്ലതിൻ്റെ ഉള്ളിൽ നല്ലതിൻ്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നിർഭയത്വം അല്ലാഹു തആല പാപസുരക്ഷിതത്വമാകുന്ന ഇസ്മത്ത് നൽകിയവർക്കേ ഉണ്ടാവുള്ളൂ. ഇസ്മത്ത് നൽകിയ മഅസൂമീങ്ങൾ പറഞ്ഞ രണ്ട് ടീമേ ഉള്ളൂ. ഒന്ന് മുർസലികൾ അമ്പിയാക്കൾ, മറ്റൊന്ന് മലായിക്കത്ത്. അപ്പം എനിക്ക് മനസ്സിൽ കിട്ടിയ ഈ ചിന്ത, ഈ ബോധം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആള് മഅസൂമാകണം. അപ്പോൾ എനിക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ മഅസൂമാണെന്ന് സ്വയം വാദിക്കലാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? മഅസൂമാണെങ്കിൽ ഓൻ ആരാകണം? ഒന്നിക്കൽ നബി ആകണോ, അല്ലെങ്കിൽ ആരാകണോ? മലക്ക് ആകണോ? ഓ മലക്കാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കറിയില്ല ഓനെ. ഓൻ നബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഖാത്തിമുൻ നബിയ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിഞ്ഞു പോയില്ലേ? ഇനി ഈസാ നബി അലൈഹി ഇസ്ലാം ആകേണ്ടവന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റൂല. എന്തൊക്കെ വസ്വാസം ഉണ്ടാക്കണം? മുഹീദ്ദീമാലങ്ങൾ അംഗീകരിക്കുമല്ലേ? ഇതാണ് ഈ ചോദ്യം. ഏകൽ കൂടാതെ ചെയ്തില്ല ഞാൻ ഒന്നുമേ എന്ന ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു മുഹീദ്ദീമാലയുള്ളതാണ്. ഇൽഹാം അടിസ്ഥാനത്തിലാണ് മൂപ്പര പ്രവർത്തനം. ചങ്ങാനി അബ്ദുള്ള മൗലവിദിന് മറുപടി പറയണം, ആ വാചകം സ്വീകരിക്കാൻ പറ്റുമല്ലേ? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ഇൽഹാം അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുള്ളൂ എന്നാണ് പറയണത്. ഈ മുഹീദ്ദീമാലങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ? വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഈ അബ്ദുള്ള മൗലവിയൊക്കെ ഗൗസുൽ ആദമിൻ്റെ കാലത്ത് ഉണ്ടെങ്കിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇയാൾ പറയും അയാൾ വിശ്വസിക്കാൻ പറ്റൂല, ഇൽഹാം തെളിവല്ല. അയാൾക്ക് അങ്ങനെ ഇൽഹാമാത്തുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ഇസ്മത്തിന് വാദിക്കുകയാണ്. അയാൾ നബിയാണ്, നബിയല്ലല്ലോ, അതുകൊണ്ട് മലക്കുമല്ലല്ലോ, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. ഇതാണല്ലോ കറക്റ്റ് പറയാം. അപ്പോൾ സത്യത്തിൽ ഔലിയാക്കളെ കറക്റ്റ് നിഷേധിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളൊരു തലമുറയെ ഇവിടെ ഉണ്ടാക്കുക. കറക്റ്റായി പറഞ്ഞാൽ കേരളത്തിൽ അടുത്തൊരു വഹാബിസത്തിൻ്റെ നല്ലൊരു വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാകേണ്ടതാണല്ലോ സ്ട്രോങ് സുന്നി എന്ന് പറഞ്ഞ് നടന്നീന ഒരു ടീം ഒരു കാലം. സുന്നി ഫെഡറേഷൻ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി മസ്ജിദ്, സുന്നി മദ്രസ, ഇതൊക്കെ പറഞ്ഞ് നടന്നീന ആളുകളാണ് അവർ. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന് തീരെ നിരക്കാത്ത ആശയമാണ് ഈ പറയുന്നത്. അപ്പോൾ അയാളെ പ്രസംഗങ്ങൾ കേട്ടല്ലോ. എന്താണ് അദ്ദേഹം പറയണത്? ഇൽഹാമാത്ത് സ്വീകരിക്കാൻ പറ്റൂല. നബി അല്ലാത്ത ഒരാൾ, മലക്കല്ലാത്ത ഒരാൾ, അയാൾ എനിക്ക് അള്ളാഹിൻ്റെ ഭാഗത്തിന് ഇങ്ങനെ നിർദ്ദേശം കിട്ടി, അത് എത്ര മഹത്തായ രൂപത്തിലുള്ളതാണെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ പറ്റൂല എന്ന്. ഇതോടുകൂടി എല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ മുജാഹിദുകൾ അതാണ് ഇയാളെ ക്ലിപ്പായിട്ട് ഏറ്റുപിടിച്ച് നടക്കൽ തുടങ്ങി. അയാളെയും സ്വാഗതം പേരോടിനേതാളെ അവർ കസേരട്ടിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചെയർ ഈ അബ്ദുള്ള മൗലവിക്കും സെറ്റാക്കിയിരിക്കുകയാണ് ഇവർ. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും ആരാണ് അബ്ദുള്ള ഉസ്താദ് നിങ്ങൾക്ക് അറിയാവുന്നത്? അതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. തനിച്ച വഹാബിസ് ഉള്ളിൽ കൊണ്ടെടുക്കുകയാണല്ലോ. ഇതാണോ ഈ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടത്? ഈ അടിസ്ഥാനത്തിൽ മുഹീദ്ദീമാല സ്വീകരിക്കാൻ പറ്റുമല്ലേ? ഷെയ്ഖ് ജീലാനി തങ്ങൾ ദസീസത്തു ഷെയ്ത്താനിലുള്ള ആളായിരുന്നോ? എന്താ നിങ്ങൾ പറയാം? അതിൽ ആ കാലത്ത് സൂട്ടായിരുന്നു, ഇന്ന് ശരിയല്ല എന്നാണോ? അതും അയാൾ വേറെ പറയുന്നുണ്ട്. ഇന്ന് ശുബ്ഹ കലർന്ന കാലമാണ്, ഇന്ന് റസൂലുള്ളാഹിനോടൊന്നും മുനാജാത്തും റസൂലായിട്ട് പ്രത്യേക ബന്ധമുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല എന്ന്. എവിടുന്നാണ് ഈ ഉസൂലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്? ശുബ്ഹല്ലാത്തൊരു കാലം ദുന്യാവിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ശുബ്ഹുള്ള ഇതൊന്നും ഇല്ലായിരുന്നോ? ബിംബാരാധന നിറഞ്ഞു നിന്ന ആ ഇടയിലാണ് തൗഹീദിൻ്റെ കനകക്കട്ടിയായ റസൂലിനെ അള്ളാഹുടെ സുബൂത്താക്കിയത്. ഫിറഔൻ്റെ കൊട്ടാരത്തിലാണ് മൂസാ നബിനെ അള്ളാഹ് വളർത്തിയത്. ഇത് പഠിപ്പിക്കണ ഇസ്ലാമായി നമ്മൾ. അപ്പോൾ അള്ളാഹിൻ്റെ ആളുകൾ അവർ കിയാമം വരെ ഉണ്ടാകും. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാലും ഹറാമൊക്കെ വേർതിരിച്ച് അള്ളാഹ് അത് തീറ്റിച്ചോളും. നിങ്ങളിൽ വേദാറാണ്ടിയല്ല.
അള്ളാൻ്റെ ആളുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ തോന്നിയ വിഷയം പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കി വളരെ നാശം ഉണ്ടാക്കുക. ഇത് പറയുമ്പം ഒരു തലമുറ അവരാണ് പിന്താങ്ങാണ്. ഇതല്ലേ അന്നുണ്ടായത്. അപ്പോൾ അവർ വലിയ കിതാബ് തിരിഞ്ഞ ആൾക്കാരാണ്. അവരെ കിതാബിൻ്റെ പാണ്ഡിത്യത്തിൽ ഈ കിതാബിൻ്റെ പാണ്ഡിത്യം ഇബ്നു തൈമിയ്യക്കില്ലേനിയോ? നിങ്ങളെല്ലാവരും കൂടിയ കിതാബിൻ്റെ പാണ്ഡിത്യം കെ മൗലവിക്ക് കൊടുക്കത്തു. നിങ്ങൾ കെ മൗലവി ഓക്കെ ഉസ്താദിൻ്റെ സനത് നമ്മൾ വായിച്ച് കേൾപ്പിച്ചാലില്ലേ? അപ്പോൾ അവർക്കൊന്ന് വിവരം ഇവിടെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സഞ്ചാരം ഉണ്ടോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാൻ്റെ മശായിഖന്മാരെ മാർഗം, ആ മേഖല, അത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് നടന്നിട്ടുള്ളത്. ഇതിനെ തടയിടാനാണ് ഇവിടെ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. തനി വഹാബി സംസാരങ്ങളാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഇതിൽ വേറെ വാശിയോ വക്കാണൊന്നുമില്ല. ആദർശവിരുദ്ധമായി സുന്നി ആദർശത്തിന് നിരക്കാത്തത് പറഞ്ഞാൽ അവിടെ മുഖം നോക്കാതെ തിരിച്ചടിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് സകല വഹാബികൾക്കും വളം വെച്ച് കൊടുത്ത് നമ്മുടെ മശായിഖന്മാരെ എല്ലാം മുഹിയുദ്ദീൻമാലയും റിഫായിമാലയും അങ്ങനെ തുടങ്ങി നമ്മളെ മുൻഗാമികൾ ഇവിടെ സ്ഥിരപ്പെടുത്തി പോന്ന മശായിഖന്മാരെ മേഖല മൊത്തം നിഷേധിക്കുന്നതിലേക്കാണ് ഈ അബ്ദുള്ള മൗലവി ഇപ്പോൾ ഈ വളം വെച്ചിട്ടുള്ളത്. കാര്യം ഗൗരവമായി കാണണം. ശക്തമായി ഇത്തരം വിഷയങ്ങളെ അള്ളാൻ്റെ മശായിഖന്മാരുടെ മദതിൽ ഇവിടെ നേരിടാൻ ആളുകളുണ്ട്. അത് ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. നമ്മൾ കാര്യം ഗൗരവത്തോടെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.